അടുത്ത ദിവസം നടക്കുന്ന സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സിന്റെ അബ്കാരി ആക്ടിന്റെ റിവിഷൻ ക്ലാസ് ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അബ്കാരി ആക്ടിന്റെ റിവിഷൻ ക്ലാസ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ അബ്കാരി ആക്ട് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലേ. ഈ അബ്കാരി എന്ന പദം എന്താണെന്ന് പഠിച്ചു വെക്കണം. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും വ്യവസായത്തെയും അതിന് ചുമത്തുന്ന നികുതിയെയും സൂചിപ്പിക്കുന്ന വാക്കാണ് അബ്കാരി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും വ്യവസായത്തെയും അതിന് ചുമത്തുന്ന നികുതിയെയും സൂചിപ്പിക്കുന്ന വാക്കിനെയാണ് അബ്കാരി എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അബ്കാരി എന്നത് ഏത് ഭാഷയിലെ പദമാണ്? പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്. പേർഷ്യൻ ഭാഷയിലെ പദമാണ്. പഠിച്ചു വെക്കണേ. അബ്കാരി എന്നത് ഏത് ഭാഷയിലെ പദമാണ്? പേർഷ്യൻ ഭാഷയിലെ പദമാണ്. അടുത്ത പോയിന്റ്, ജനങ്ങളുടെ പോഷകാഹാര നിലവാരവും ജീവിത നിലവാരവും ഉയർത്തുന്നതിനും പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി ലഹരി പാനീയങ്ങളും ആരോഗ്യത്തിന് ഹാനികരമായ മയക്കുമരുന്നുകളും നിരോധിക്കാൻ നടപടികൾ സ്വീകരിക്കേണ്ടത് സംസ്ഥാനത്തിന്റെ കടമയാണ് എന്ന് പ്രസ്താവിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആർട്ടിക്കിൾ 47 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 47 ആണ്. ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം നൽകുന്ന ആർട്ടിക്കിൾ അല്ലെ? ആർട്ടിക്കിൾ 47 കേട്ടോ. ക്ലിയർ ആണ്? അടുത്ത് നമുക്ക് നോക്കാം. ഈ അബ്കാരി ആക്ട് കൊല്ലവർഷം 1077 കർക്കിടകം 31 കൊച്ചി മഹാരാജാവ് ഈ ഒരു നിയമം നടപ്പിലാക്കി. അതായത് നമ്മൾ ശരിക്കും പറയുവാണെങ്കിൽ 1902 ഓഗസ്റ്റ് 5 നമ്മുടെ അബ്കാരി നിയമം പാസ്സായത്, നിലവിൽ വന്നത്. കൊല്ലവർഷം 1077 പാസ്സാക്കിയതിനാൽ ഈ നിയമം അബ്കാരി ആക്ട് 1077 എന്നറിയപ്പെടുന്നു കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. കൊല്ലവർഷം 1077 ഈ നിയമം പാസ്സാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമത്തെ അബ്കാരി ആക്ട് 1077 എന്നറിയപ്പെടുന്നു കേട്ടോ. അബ്കാരി ആക്ട് 1077 എന്ന് അറിയപ്പെടുന്നു. ഇനി നമ്മുടെ ഈ ഒരു അബ്കാരി ആക്ടിലെ സെക്ഷനുകളുടെ എണ്ണം എത്രയാണ്? ടോട്ടല് 72 സെക്ഷൻസ് ആണുള്ളത്. പഠിച്ചു വെക്കണേ. അബ്കാരി ആക്ടിലെ സെക്ഷനുകളുടെ എണ്ണം എത്രയാണ്? 72 സെക്ഷൻസ് ആണ് വരുന്നത്. ഇനി അബ്കാരി ആക്ടിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മദ്യത്തിന്റെയോ മറ്റു ലഹരി പദാർത്ഥങ്ങളുടെയോ കയറ്റുമതി, ഇറക്കുമതി, വിപണനം, നിർമ്മാണം, വ്യാപാരം, കൈവശം വെക്കൽ എന്നിവ സംബന്ധിച്ച് കേരള സംസ്ഥാനത്തിനുള്ളിൽ നടപ്പിലാക്കിയിരിക്കുന്ന നിയമങ്ങളെ പറ്റിയാണ് അബ്കാരി ആക്ടിൽ പറയുന്നത്. നിങ്ങൾക്കറിയാവുന്നവരാണ് അബ്കാരി ആക്ടിൽ പറയുന്നത്. ഇനി ഒരു അബ്കാരി ആക്ടിലെ സെക്ഷനുകളുടെ എണ്ണം എത്രയാണ്? 72 സെക്ഷൻസ് ആണ് വരുന്നത്. ക്ലിയർ ആണ്? അടുത്ത് നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രമേ നമ്മൾ നോക്കി പോകുന്നുള്ളൂ റിവിഷൻ എന്നുള്ള രീതിയിൽ കേട്ടോ. ഇതിന്റെ ഫുൾ ക്ലാസ്സുകൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അബ്കാരി ആക്ടിന്റെ നമ്മൾ റിവിഷൻ എന്ന രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളത് മാത്രമാണ് ഡിസ്കസ് ചെയ്തു പോകുന്നത് കേട്ടോ. ഇനി അബ്കാരി ആക്ടിന്റെ അധികാര പരിധിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ അബ്കാരി ഓഫീസർ, അതായത് പൊതുവായി എക്സൈസ് കമ്മീഷണർ ആണ് അബ്കാരി ഓഫീസറായി എന്നറിയപ്പെടുന്നത്. പഠിച്ചു നോക്കണേ. അബ്കാരി ഓഫീസർ എന്നറിയപ്പെടുന്ന ആരെയാണ്? പൊതുവായി എക്സൈസ് കമ്മീഷണർ ആണ് അബ്കാരി ഓഫീസർ എന്ന് അറിയപ്പെടുന്നത്. സെക്ഷൻ 4 അല്ലെങ്കിൽ 5 അനുസരിച്ചാണ് ഈ പദവിയുടെ ചുമതലകൾ നിർവഹിക്കാൻ നിയമപരമായി നിയോഗിക്കപ്പെട്ട ഏത് ഉദ്യോഗസ്ഥനെയും അബ്കാരി ഓഫീസർ എന്ന് പറയാം. പഠിച്ചു വെക്കണേ. അപ്പൊ എന്താണ്? സെക്ഷൻ 4 അല്ലെങ്കിൽ 5 അനുസരിച്ച് ഈ പദവിയുടെ ചുമതലകൾ നിർവഹിക്കാൻ നിയമപരമായി നിയോഗിക്കപ്പെട്ട ഏത് ഉദ്യോഗസ്ഥനെയും അബ്കാരി ഓഫീസർ എന്നും പറയാം. ഇനി നമ്മുടെ എക്സൈസ് കമ്മീഷണറുടെ അധികാര പരിധി എന്തൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. പഠിച്ചു വെക്കണം. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റേറ്റിലെ മൊത്തം അധികാരവും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ നിയന്ത്രണം, അതുപോലെ തന്നെ അബ്കാരി റവന്യൂ നിയന്ത്രണം. പഠിച്ചു വെക്കണേ. എക്സൈസ് കമ്മീഷണറുടെ അധികാര പരിധികൾ എന്തൊക്കെയാണ്? എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റേറ്റിലെ മൊത്തം അധികാരം, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ നിയന്ത്രണം, അബ്കാരി റവന്യൂവിന്റെ നിയന്ത്രണവുമാണ് ഇദ്ദേഹത്തിന്റെ അധികാര പരിധിയായിട്ട് വരുന്നത്. ഇനി അടുത്തത് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർമാരെന്ന് പറഞ്ഞാൽ ഓരോ മേഖല അടിസ്ഥാനമാക്കി നിയമിച്ചിരിക്കുന്നു. നമുക്കറിയാം DGPയുടെ കീഴിൽ IG വരത്തില്ലേ എന്ന് പറയുന്നതിനോട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലും എക്സൈസ് കമ്മീഷണറുടെ കീഴിൽ ഓരോ മേഖല അടിസ്ഥാനമാക്കിയിട്ട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർമാരുണ്ട്. സംസ്ഥാനത്തെ 3 എക്സൈസ് സോണുകളായി തരംതിരിച്ചിരിക്കുന്നു. പഠിച്ചു വെക്കണേ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം സംസ്ഥാനത്ത് എത്ര എക്സൈസ് സോണുകളാണ് ഉള്ളതെന്ന് ചോദിക്കാം. എത്രയാണ്? സംസ്ഥാനത്ത് 3 എക്സൈസ് സോണുകളായി തിരിച്ചിരിക്കുന്നു.
ഓരോ സോണും ഒരു ഡെപ്യൂട്ടി കമ്മീഷണറുടെ അധികാര പരിധിയിലാണ് കേട്ടോ. അപ്പോൾ ഓരോ സോണും ഒരു ഡെപ്യൂട്ടി കമ്മീഷണറുടെ അധികാര പരിധിയിലാണ്. ക്ലിയർ ആണ്? അടുത്ത പോയിന്റ്, ഒരു അപേക്ഷയുടെ മേലോ പരാതിയുടെ മേലോ മജിസ്ട്രേറ്റിന് ഒരു പരിശോധനയ്ക്കുള്ള വാറന്റ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉണ്ട് എന്ന് പറഞ്ഞ സെക്ഷനാണ് സെക്ഷൻ 30 കേട്ടോ. അബ്കാരി ആക്ടിലെ സെക്ഷൻ 30 പഠിച്ചു വെക്കണേ, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കണം. ഒന്നുകൂടെ പറയാം, ഒരു അപേക്ഷയുടെ മേലോ പരാതിയുടെ മേലോ മജിസ്ട്രേറ്റിന് ഒരു പരിശോധനയ്ക്കുള്ള വാറന്റ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉണ്ട് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 30. സെക്ഷൻ 30 പ്രകാരം എക്സൈസ് കമ്മീഷണർക്കോ മജിസ്ട്രേറ്റിനോ ഒരു വിവരം അല്ലെങ്കിൽ അപേക്ഷ ലഭിച്ചാൽ ആ അപേക്ഷയിൽ മേൽ ഒരു അന്വേഷണം നടത്തുകയും കുറ്റം ചെയ്തു എന്ന് കണ്ടാൽ ഏതെങ്കിലും മദ്യം, ലഹരി മരുന്നുകൾ, വാറ്റുപാത്രങ്ങൾ അതുപോലെയുള്ള ആരോപിക്കപ്പെട്ട കുറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ പരിശോധിക്കാനും ഒരു വാറന്റ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉണ്ട് കേട്ടോ. ഈ സെക്ഷൻ 30 പ്രകാരമാണ് ഈ അധികാരങ്ങളൊക്കെ വരുന്നത്. ക്ലിയർ ആണ്? അടുത്തത് സെക്ഷൻ 31 പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അബ്കാരി ആക്ട് സെക്ഷൻ 31 എന്താണ്? ചില അബ്കാരി ഉദ്യോഗസ്ഥർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും വാറന്റ് കൂടാതെ വീടുകൾ പരിശോധിക്കാൻ കഴിയുന്ന അധികാരത്തെ പറ്റി പറയുന്ന സെക്ഷനാണ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, ചില അബ്കാരി ഉദ്യോഗസ്ഥർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും വാറന്റ് കൂടാതെ വീടുകൾ പരിശോധിക്കാൻ കഴിയുന്ന അധികാരത്തെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 31 കേട്ടോ. ഈ സെക്ഷൻ 31 എക്സൈസ് കമ്മീഷണർക്കോ സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ സ്റ്റേഷൻ ഓഫീസറുടെ പദവിയിൽ താഴെയല്ലാത്ത ഉദ്യോഗസ്ഥനും പരിശോധന നടത്താം എന്നാണ് പറയുന്നത്. അബ്കാരി ഓഫീസർ നൽകുന്ന റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ ഒരു മജിസ്ട്രേറ്റിനുള്ള അധികാര പരിധിയെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 50 ആണ് കേട്ടോ. ഒന്ന് പഠിച്ചു വെക്കണേ. അപ്പൊ എന്താണ്? അബ്കാരി ഓഫീസർ നൽകുന്ന റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ ഒരു മജിസ്ട്രേറ്റിനുള്ള അധികാര പരിധിയെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 50 എന്ന് പറയുന്നത്. ഈ സെക്ഷൻ 50 പ്രകാരം കുറ്റകൃത്യം സംബന്ധിച്ച അന്വേഷണം കൂടുതൽ കാലതാമസമില്ലാതെ പൂർത്തിയാക്കണം എന്നും ഈ ഒരു സെക്ഷനിൽ നിർവചിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയായാൽ ഉടനെ തന്നെ അബ്കാരി ഓഫീസർ ആ റിപ്പോർട്ടിൽ മേൽ കേസ് പരിഗണിക്കാൻ അധികാര പരിധിയുള്ള ഒരു മജിസ്ട്രേറ്റിനെ സമർപ്പിക്കണം എന്നും ഈ ഒരു സെക്ഷൻ 50 പ്രകാരം പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. റിപ്പോർട്ട് ലഭിച്ചാൽ ഉടനെ തന്നെ നടപടിക്രമങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 50A കേട്ടോ. അതൊന്ന് പഠിച്ചു നോക്കണേ. റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ ഉള്ള നടപടിക്രമങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 50A എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ്, മജിസ്ട്രേറ്റിന് മുന്നിൽ സാക്ഷികളെ ഹാജരാക്കാൻ അബ്കാരി ഇൻസ്പെക്ടർക്കുള്ള അധികാര പരിധിയെക്കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 51 കേട്ടോ. സെക്ഷൻ 51 പ്രസ്തുത കേസ് പരിഗണിക്കാൻ അധികാര പരിധിയുള്ള ഒരു മജിസ്ട്രേറ്റിന് പ്രത്യേക അനുമതിയില്ലാതെ ഒരു വ്യക്തിയെ 24 മണിക്കൂർ കൂടുതൽ കസ്റ്റഡിയിൽ വെക്കാൻ കഴിയില്ല എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 52. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് പഠിച്ചു നോക്കണേ. എന്താണ്? പ്രസ്തുത അബ്കാരി കേസ് പ്രകാരം പ്രസ്തുത കേസ് പരിഗണിക്കാൻ അധികാര പരിധിയിലുള്ള ഒരു മജിസ്ട്രേറ്റിന്റെ പ്രത്യേക അനുമതിയില്ലാതെ ഒരു വ്യക്തിയെ 24 മണിക്കൂറിൽ കൂടുതൽ കസ്റ്റഡിയിൽ വെക്കാൻ കഴിയില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 52 എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, പിടിച്ചെടുത്ത വസ്തുക്കളിലുള്ള കോടതിയുടെ അധികാര പരിധി ഏതാണ്? സെക്ഷൻ 53B ആണ് കേട്ടോ. ഈ ഒരു അബ്കാരി ആക്ട് പ്രകാരം പിടിച്ചെടുത്ത വസ്തുക്കളിലുള്ള കോടതിയുടെ അധികാര പരിധിയാണ് സെക്ഷൻ 53B എന്ന് പറയുന്നത്. ഈ നിയമപ്രകാരം കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ഏതൊരു വാഹനമോ മറ്റു യാത്രാ മാധ്യമോ കസ്റ്റഡിയിൽ എടുക്കാവുന്നതോ തടഞ്ഞു വെക്കാവുന്നതോ ആണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ കസ്റ്റഡിയിൽ എടുത്ത വാഹനത്തെ ശരിയായ ബോണ്ടിന്മേൽ ആ വാഹനത്തിന്റെ മാർക്കറ്റ് വിലയിൽ നിശ്ചയിച്ചിട്ടുള്ള പണത്തിന് തുല്യം താൽക്കാലികമായി വിട്ട് അയക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരിതാണ് നമ്മുടെ മദ്യത്തിന്റെ കയറ്റുമതി ഇറക്കുമതിയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം ഇറക്കുമതിയെ പറ്റിയുള്ള സെക്ഷനാണ് സെക്ഷൻ 3(16) എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3(16) എന്ന് പറയുന്നത്. ഇറക്കുമതി എന്നാൽ സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവരിക എന്നാണ് കേട്ടോ. നമുക്കറിയാം ഇറക്കുമതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറക്കി വെക്കുക എന്നല്ലേ. അപ്പൊ നമ്മുടെ ഈ ഒരു നിയമം കേരളത്തിലാകാനുള്ള ബാധകം. അപ്പൊ നമ്മുടെ കേരള സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഇറക്കുമതി എന്ന് പറയുന്നത്. അപ്പൊ ഇറക്കുമതി ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3(16) ആണ്. ഇനി അടുത്തത് എക്സ്പോർട്ട് എന്താണ്?
എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ കയറ്റുമതിയാണ്. കയറ്റുമതിയുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 3(17) എന്ന് പറയുന്നത്. അതായത് കയറ്റുമതി എന്നാൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുക എന്നാണ് അർത്ഥം. ക്ലിയർ ആണ്? കയറ്റുമതി എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുക. ഇറക്കുമതി എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിൽ അകത്തേക്ക് കൊണ്ടുവരിക എന്നാണ്. അതുപോലെ തന്നെ കയറ്റുമതി സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാന്നാണ്. ഈ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 3(17) കേട്ടോ. അപ്പൊ ഇറക്കുമതി സെക്ഷൻ 3(16), കയറ്റുമതി സെക്ഷൻ 3(17). മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. ഇനി ട്രാൻസിസ്റ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് ട്രാൻസിസ്റ്റ് അഥവാ കടത്തലാണ് ട്രാൻസിസ്റ്റ് എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 3(17) എന്ന് പറയുന്നത്. അതായത് സെക്ഷൻ 3(17) പ്രകാരം കടത്തൽ എന്നാൽ ഒരു സംസ്ഥാനത്ത് ഒരിടത്ത് നിന്ന് ആ സംസ്ഥാനത്തെ മറ്റൊരു സ്ഥലത്തേക്കോ അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തിന്റെ പ്രദേശത്തിലൂടെ മറ്റേതെങ്കിലും സംസ്ഥാനത്തിലേക്കോ നീങ്ങുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം, ട്രാൻസിസ്റ്റ് അഥവാ കടത്തൽ കേട്ടോ. കടത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സംസ്ഥാനത്തിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിലെ പ്രദേശത്തിലൂടെ മറ്റേതെങ്കിലും സംസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകുകയോ ചെയ്യുന്നതിനെയാണ് കടത്തൽ എന്ന് പറയുന്നത്. കടത്തലുമായി ബന്ധപ്പെട്ട ട്രാൻസിസ്റ്റ് അഥവാ കടത്തലുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3(17) ആണ് കേട്ടോ. ഇനി അടുത്തത് ട്രാൻസ്പോർട്ട് ആണ്. ട്രാൻസ്പോർട്ട് സെക്ഷൻ 3(18) ആണ് ട്രാൻസ്പോർട്ട് കേട്ടോ. ട്രാൻസ്പോർട്ട് എന്നാൽ സംസ്ഥാനത്തിനുള്ളിൽ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നീങ്ങുക എന്നതാണ് കേട്ടോ. അപ്പൊ ട്രാൻസ്പോർട്ട് എന്താണ്? സംസ്ഥാനത്തിനുള്ളിൽ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നീങ്ങുക എന്നാണ് ട്രാൻസ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്ഷൻ 3(18) ആണ് വരുന്നത്. ക്ലിയർ ആണ്? അടുത്ത പോയിന്റ്, മദ്യമോ മറ്റു ലഹരി പിടിക്കുന്ന വസ്തുക്കളോ സർക്കാരിന്റെയോ സർക്കാർ ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്റെയോ അനുമതി കൂടാതെ ഇറക്കുമതി ചെയ്യരുത് എന്ന് അനുശാസിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 6 കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സെക്ഷനാണ്, പഠിച്ചു വെക്കണം. മദ്യമോ മറ്റു ലഹരി പിടിപ്പിക്കുന്ന വസ്തുക്കളോ സർക്കാരിന്റെയോ സർക്കാർ ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്റെയോ അനുമതി കൂടാതെ ഇറക്കുമതി ചെയ്യരുത് എന്ന് അനുശാസിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 16. അടുത്ത പോയിന്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ ടെലഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സ് ബാച്ചാണ്. എല്ലാ ദിവസവും 7:30 മുതൽ 8:30 വരെയാണ് നമ്മുടെ ആ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ 1 hour ലൈവ് സെക്ഷൻ ക്ലാസ് ആണ്. ആ 1 hour ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ റെക്കോർഡ് ക്ലാസ്സസ് ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അപ്പോൾ അതാണ് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ്. അതോടൊപ്പം തന്നെ നമ്മൾ എടുക്കുന്ന ക്ലാസിന്റെ എല്ലാ ക്വാളിറ്റി PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീക്കിലി മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ക്ലാസ്സസ്, അതായത് ടോപ്പിക് വൈസ് ആയിട്ട് റിവിഷൻ ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ പഠിപ്പിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിപ്പിച്ചു പോകുന്നുണ്ട് ഈ ഒരു ബാച്ചിൽ. ഈ ഒരു ബാച്ചിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഇനി വരുന്ന 6 മാസത്തേക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പക്കയാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. വെറും 200 രൂപയ്ക്ക് കറണ്ട് അഫയേഴ്സ് പക്കയാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. അടുത്ത പോയിന്റ്, മദ്യമോ മറ്റു ലഹരി പിടിപ്പിക്കുന്ന വസ്തുക്കളോ സർക്കാരിന്റെയോ സർക്കാർ ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥരുടെ അനുമതി കൂടാതെ കയറ്റുമതി ചെയ്യരുത് എന്ന് അനുശാസിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 7 കേട്ടോ. സെക്ഷൻ 7. അപ്പോൾ പഠിച്ചു നോക്കണം. സെക്ഷൻ 6 എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കാരിന്റെ അനുമതി കൂടാതെ എന്താണ് ഇറക്കുമതി ചെയ്യരുതെന്ന് പറഞ്ഞാണ് സെക്ഷൻ 6. സെക്ഷൻ 7 എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ അനുമതി കൂടാതെ കയറ്റുമതി ചെയ്യരുത് എന്ന് പറഞ്ഞ സെക്ഷനാണ് സെക്ഷൻ 7. ക്ലിയർ ആണ്? ഇനി അടുത്തത്, ചാരായത്തിന്റെ നിർമ്മാണം, കയറ്റുമതി, ഇറക്കുമതി, കടത്തൽ, സംഭരണം, കൈവശം വെക്കൽ, വിൽപ്പന എന്നിവയുടെ നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആക്ട് ഏതാണ്? സെക്ഷൻ ഏതാണ്? സെക്ഷൻ 8 ആണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. ചാരായത്തിന്റെ നിർമ്മാണം, കയറ്റുമതി, ഇറക്കുമതി, കടത്തൽ, സംഭരണം, കൈവശം വെക്കൽ, വിൽപ്പന എന്നിവയുടെ നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 8 ആണ് കേട്ടോ. അടുത്ത പോയിന്റ്, ഒരു വ്യക്തിക്കും ചാരായം നിർമ്മിക്കാനോ കൈവശം വെക്കാനോ വിതരണം ചെയ്യാനോ സംഭരിക്കാനോ കുപ്പിയിലാക്കി വെക്കാനോ പെർമിറ്റ് ഇല്ലാതെ കടത്താനോ ഉള്ള അനുമതിയില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 8(1) കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. ഇത് ചാരായത്തിന്റെ നിരോധനത്തെക്കുറിച്ചാണ് സെക്ഷൻ 8 എങ്കിൽ 8(1) പറയുന്നത് ഒരു വ്യക്തിക്ക് ചാരായം നിർമ്മിക്കാനോ കൈവശം വെക്കാനോ വിതരണം ചെയ്യാനോ സംഭരിക്കാനോ കുപ്പിയിലാക്കി വിൽക്കാനോ പെർമിറ്റ് ഇല്ലാതെ കടത്താനോ ഉള്ള അനുമതിയില്ല എന്ന് പറയുന്നതാണ് സെക്ഷൻ 8(1) എന്ന് പറഞ്ഞത്. ഇനി അടുത്തത് നോക്കാം. മദ്യം കടത്തുന്നത് നിരോധിക്കുന്ന സെക്ഷൻ ആക്ട് ഏതാണ്? സെക്ഷൻ 9 ആണ് കേട്ടോ. മദ്യം കടത്തുന്നത് നിരോധിക്കുന്ന ആക്ട് ഏതാണ്? സെക്ഷൻ 9 ആണ്. ഈ സെക്ഷൻ 9 പ്രകാരം മദ്യമോ മറ്റു ലഹരി വസ്തുക്കളോ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടത്തുന്നത് നിരോധിക്കുന്ന നിയമങ്ങൾ സർക്കാർ വിജ്ഞാപനത്തിൽ പുറപ്പെടുവിക്കുന്നതാണ് എന്ന് പറയുന്നു.
മദ്യത്തിന്റെയോ മറ്റു ലഹരി വസ്തുക്കളുടെയോ കടത്തൽ ഏതൊക്കെ സന്ദർഭങ്ങളിൽ അനുവദനീയമാണ് എന്ന് പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 10 കേട്ടോ. പഠിച്ചു നോക്കണേ. മദ്യത്തിന്റെയോ മറ്റു ലഹരി വസ്തുക്കളുടെയോ കടത്തൽ ഏതൊക്കെ സന്ദർഭത്തിൽ അനുവദനീയമാണ് എന്ന് പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 10. ഈ സെക്ഷൻ 10 പ്രകാരം സർക്കാർ വിജ്ഞാപനത്തിലൂടെ പുറപ്പെടുവിച്ച അളവിൽ കൂടുതൽ മദ്യമോ മറ്റു ലഹരി വസ്തുക്കളോ കടത്തുവാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ സർക്കാരിന് ഒരു അളവുണ്ടായിരിക്കുമല്ലോ, ആ അളവിൽ കൂടുതൽ മാത്രമേ കടത്താൻ പാടുള്ളൂ, അതിൽ കൂടുതൽ കടത്താൻ പാടില്ല എന്നാണ് പറയുന്നത് സെക്ഷൻ 10 പ്രകാരം. ഇനി അടുത്തത്, മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 11. പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കാം, മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? സെക്ഷൻ 11 ആണ് കേട്ടോ. സെക്ഷൻ 11 ആണ്. കമ്മീഷണറോ അല്ലെങ്കിൽ ആ പദവി വഹിക്കുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥരോ ആണ് ലഹരി പദാർത്ഥങ്ങൾ നടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റ് അനുവദിക്കുന്നത് കേട്ടോ. എക്സൈസ് കമ്മീഷണറൊക്കെയാണ് ഈ ഒരു പെർമിറ്റ് അനുവദിക്കുന്നത്. ഇനി ഓരോ പെർമിറ്റിലും വ്യക്തമാക്കേണ്ട വിവരങ്ങൾ ഏതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്തൊക്കെയാണെന്ന് നോക്കാം. മദ്യമോ ലഹരി മരുന്നുകൾ കൊണ്ടുപോകാനുള്ള അധികാരമുള്ള വ്യക്തിയുടെ പേര്, പെർമിറ്റ് പ്രാബല്യത്തിൽ വരുന്ന കാലയളവ്, അനുമതി ലഭിച്ചിട്ടുള്ള മദ്യത്തിനും ലഹരി മരുന്നിനും അളവും അതിനെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളും, സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന മറ്റു വിവരങ്ങൾ. അപ്പൊ ഒന്നുകൂടെ പറയാം, എന്താണ് ഓരോ പെർമിറ്റിലും വ്യക്തമാക്കേണ്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? മദ്യമോ ലഹരി മരുന്നുകൾ കൊണ്ടുപോകാൻ അധികാരമുള്ള വ്യക്തിയുടെ പേര്, പെർമിറ്റ് പ്രാബല്യത്തിൽ വരുന്ന കാലയളവ്, അനുമതി ലഭിച്ചിട്ടുള്ള മദ്യത്തിനും ലഹരി മരുന്നിനും അളവും അതിനെക്കുറിച്ചുമുള്ള മറ്റു വിവരങ്ങളും, അതുപോലെ തന്നെ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന മറ്റു വിവരങ്ങളുമാണ്. ഇനി കള്ള് ഒഴികെയുള്ള മറ്റു മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും വിൽക്കുന്നത് നിരോധിക്കുന്ന സെക്ഷൻ 15 ആണ് കേട്ടോ. കള്ള് ഒഴികെയുള്ള മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും വിൽക്കുന്നത് നിരോധിക്കുന്ന സെക്ഷൻ 15 ആണ്. അതായത് സെക്ഷൻ 15 പ്രകാരം കള്ള് വിൽക്കാൻ അധികാരമുള്ളത് കള്ള് ചെത്താൻ അവകാശമുള്ള വ്യക്തിക്ക് ലൈസൻസ് ഇല്ലാതെ തന്നെ കള്ള് നിർമ്മിക്കാനോ വിൽക്കാനോ ലൈസൻസ് ഉള്ള ഒരാൾക്ക് കൈമാറാവുന്നതും ആണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അബ്കാരി ആക്ടിലെ സെക്ഷൻ 15A പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം ഉപയോഗിക്കാൻ പാടില്ല? 23 വയസ്സിന് താഴെയുള്ളവർക്കാണ്. സ്ഥിരമായിട്ട് PC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അപ്പോൾ പഠിച്ചു നോക്കണം. അബ്കാരി ആക്ടിലെ സെക്ഷൻ 15A പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം ഉപയോഗിക്കാൻ പാടില്ല? 23 വയസ്സിന് താഴെയുള്ളവർക്കാണ് കേട്ടോ. അതുപോലെ തന്നെ എത്ര വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം വിൽക്കാൻ പാടില്ല? 23 വയസ്സാണ് കേട്ടോ. അപ്പൊ 23 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം വിൽക്കാനും പാടില്ല, മദ്യം ഉപയോഗിക്കാനും പാടില്ല എന്നാണ് അബ്കാരി ആക്ടിൽ പറയുന്നത്. ഇനി അടുത്ത നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഓരോന്ന് നോക്കിപ്പോ ഓരോ ടൈപ്പ് ഓഫ് ലിക്വിഡ്സ് നോക്കിപ്പോവാം. ഫസ്റ്റ് തന്നെ ചാരായമാണ്. ചാരായത്തിന് ഇംഗ്ലീഷ് എന്താണ്? അരാക്ക് ആണ് കേട്ടോ. അപ്പൊ ചാരായം അഥവാ അരാക്ക്, ചാരായത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ 3(6)A ആണ് കേട്ടോ. പഠിച്ചു നോക്കണേ. സെക്ഷൻ 3(6)A ആണ് എന്താണ് ചാരായത്തിനുള്ള നിർവചനം. അപ്പം പഠിക്കാമല്ലോ. എ എന്താണ്? എ ഫോർ അരാക്ക് എന്ന് നമുക്ക് കാണാം. ചാരായം എന്താണ്? അരാക്ക്. അപ്പൊ സെക്ഷൻ 3(6)A, എ ഫോർ അരാക്കാണ്. സെക്ഷൻ 3(6)A ആണ് ചാരായത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ. ഈ സെക്ഷൻ 3(6)A പ്രകാരം ചാരായം ആയി കണക്കാക്കുന്നത് എന്തിനെയൊക്കെയാണ്? കള്ള്, ബിയർ, സ്പിരിറ്റ്, വൈന്, വിദേശമദ്യം, ഡീനാച്വേർഡ്, ഉപയോഗിക്കുന്ന ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള ദ്രാവകങ്ങൾ, ഇവ ഒഴികെയുള്ള ലഹരിജനകമായ പാനീയങ്ങളെയാണ് ചാരായം വിഭാഗത്തിൽ പെടുത്താവുന്നത് കേട്ടോ. അതൊന്ന് അറിഞ്ഞിരിക്കണം. ഇനി അടുത്തത് കള്ള്, ടോഡി. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ എന്താണ് യാത്ര ചെയ്യുമ്പോൾ എന്താണ് കാണാൻ സാധിക്കുന്നതാണ് കള്ള് ഷാപ്പ്, ടോഡിയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഫാമിലി കള്ള് ഷാപ്പ് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. കള്ളിനുള്ള മറ്റൊരു പേരാണ് ടോഡി, ഇംഗ്ലീഷിൽ പറയുന്നത്. ഈ അബ്കാരി ആക്ടില് കള്ളിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 3(8) കേട്ടോ. സെക്ഷൻ 3(8) ആണ് കള്ളിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ. ഈ കള്ള് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നവരെന്താണ്? ഈ അബ്കാരി ആക്ടിൽ കള്ള് എന്ന് ഉദ്ദേശിക്കുന്നത് തെങ്ങ്, കരിമ്പന, ഈന്തപ്പന തുടങ്ങിയ ഏതൊരു പനമരങ്ങളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഫെർമെന്റ് ചെയ്തതോ അല്ലാത്തതോ ആയ ലഹരി മുക്തമായ പാനീയങ്ങളെ കള്ള് എന്ന് പറയാം. അപ്പൊ കള്ളെന്താണ്? തെങ്ങ്, കരിമ്പന, ഈന്തപ്പന തുടങ്ങിയ ഏതൊരു പന മരങ്ങളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഫെർമെന്റ് ചെയ്തതോ അല്ലാത്തതോ ആയ ലഹരിമുക്തമായ പാനീയങ്ങളെ കള്ള് എന്ന് പറയാം കേട്ടോ. കള്ളുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3(8) ആണ് കേട്ടോ. ഇനി സ്പിരിറ്റിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ 3(9) ആണ് കേട്ടോ. സ്പിരിറ്റിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3(9) ആണ്. സ്പിരിറ്റ് ആയി കണക്കാക്കുന്നത് എന്തിനെയാണ്? ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള സ്വേദനം വഴി അഥവാ വാറ്റു വഴി നിർമ്മിച്ചെടുക്കുന്ന മദ്യങ്ങളെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള സ്വേദനം അഥവാ വാറ്റു വഴി നിർമ്മിച്ചെടുക്കുന്ന മദ്യങ്ങളെ സ്പിരിറ്റ് എന്ന് പറയുന്നു. ഇനി അടുത്തത് മദ്യം, ലിക്വർ.
ലിക്വർ അഥവാ മദ്യം എന്താണ്? മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 3.10 കേട്ടോ. മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3.10 മദ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്പിരിറ്റ്, വൈൻ, ചാരായം, കള്ള്, ബിയർ തുടങ്ങിയ ആൽക്കഹോൾ അടങ്ങിയ ഏതൊരു പാനീയത്തെയും എന്താണ്? മദ്യം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ആൽക്കഹോൾ അടങ്ങിയ ഏതൊരു പാനീയത്തെയും മദ്യം എന്നാണ് അറിയപ്പെടുന്നത്. സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3.10. അതുപോലെ തന്നെ ഇനി അടുത്ത ബിയറിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ 3.11 കേട്ടോ. ബിയറിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3.11. ബിയറായി കണക്കാക്കുന്നത് മാൾട്ട് അഥവാ യവം, മാൾട്ടിനെ ഫെർമെന്റേഷന് വിധേയമാക്കി നിർമ്മിക്കുന്ന പാനീയങ്ങളെയാണ് ബിയർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? മാൾട്ടിനെ ഫെർമെന്റേഷന് വിധേയമാക്കി നിർമ്മിക്കുന്ന പാനീയങ്ങളെയാണ് ബിയർ എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ എയില്, സ്റ്റൗട്ട്, പോർട്ടർ കേട്ടോ. അപ്പൊ ബിയറിന്റെ ഉദാഹരണങ്ങളാണ് എയിൽ, സ്റ്റൗട്ട്, പോർട്ടർ. അതുപോലെ തന്നെ നാടൻ മദ്യം, കൺട്രി ലിക്വർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നാടൻ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ 3.12 കേട്ടോ. സെക്ഷൻ 3.12 നാടൻ മദ്യത്തിന് നിർവചനം നൽകിയ സെക്ഷൻ. നാടൻ മദ്യമായി കണക്കാക്കുന്നത് കള്ള്, ചാരായം തുടങ്ങി പ്രാദേശികമായി നിർമ്മിക്കുന്ന തരം മദ്യങ്ങളെയാണ് നാടൻ മദ്യം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് വിദേശ മദ്യം, ഫോറിൻ ലിക്വർ. വിദേശ മദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വിദേശ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ 3.13 കേട്ടോ. പഠിച്ചു വെച്ചോടെ. സെക്ഷൻ 3.13 വിദേശ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ. വിദേശ മദ്യമായി കണക്കാക്കുന്നത് നാടൻ മദ്യം ഒഴികെ മറ്റെല്ലാവിധ മദ്യങ്ങളെയുമാണ് വിദേശ മദ്യമായിട്ട് കണക്കാക്കുന്നത് കേട്ടോ. അപ്പൊ നാടൻ മദ്യം അഥവാ പ്രാദേശികമായി മേക്ക് ചെയ്യാത്ത എല്ലാ മദ്യങ്ങളെയാണ് എന്താണ്? വിദേശ മദ്യങ്ങളായിട്ട് കണക്കാക്കുന്നത്. അതാണ് പറയുന്നത് നാടൻ മദ്യം ഒഴികെ മറ്റെല്ലാ മദ്യങ്ങളെയും വിദേശ മദ്യമായിട്ട് കണക്കാക്കുന്നു. നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ 3.13. ഇനി നമുക്ക് നോക്കാം. ഈ വിദേശ മദ്യം 2 തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. എന്താണ്? വിദേശ നിർമ്മിത വിദേശ മദ്യമെന്നും ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമെന്നും. ഫസ്റ്റ് നമുക്ക് നോക്കാം വിദേശ നിർമ്മിത വിദേശ മദ്യം അഥവാ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ, FMFL എന്ന് പറയും. വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3.13A ആണ് കേട്ടോ. പഠിച്ചു വെക്കണം. വിദേശ മദ്യത്തിനുള്ള സെക്ഷൻ 3.13 ആണെങ്കിൽ വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന് 3.13A ആണ് കേട്ടോ. സെക്ഷൻ 3.13A ആണ്. വിദേശ നിർമ്മിത വിദേശ മദ്യമായി കണക്കാക്കുന്നത് എന്താണ്? വിദേശത്ത് നിർമ്മിച്ചതോ കലർത്തിയതോ വാറ്റിയതോ കുപ്പിയിലാക്കിയതോ ആയ മദ്യത്തെ കടൽ മാർഗമോ കരമാർഗമോ വായുമാർഗമോ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്താൽ ആ മദ്യത്തെ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ അഥവാ വിദേശ നിർമ്മിത വിദേശ മദ്യം എന്ന വിഭാഗത്തിൽ പെടുന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ. അങ്ങനെ വിദേശത്ത് നിർമ്മിച്ച മദ്യം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന് വിൽക്കുന്നു. അതാണ് വിദേശ നിർമ്മിത വിദേശ മദ്യം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം, ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വർ, IMFL എന്നാണ് പറയുന്നത്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ 3.13B ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3.13B ആണ്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമായി കണക്കാക്കുന്നത് വിദേശ നിർമ്മിത വിദേശ മദ്യവും അവ അല്ലാത്ത ഇന്ത്യയിൽ നിർമ്മിച്ച വിദേശ മദ്യങ്ങളും ഉൾപ്പെട്ട ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വർ എന്ന വിഭാഗത്തിൽ പെടുന്നു കേട്ടോ. അപ്പൊ അതായത് ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്. പേര് കേൾക്കുമ്പോൾ അറിയില്ല. നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച വിദേശ മദ്യങ്ങളെയാണ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമായിട്ട് കണക്കാക്കുന്നത്. IMFL എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഇനി സ്ഥിരമായിട്ട് നമ്മുടെ PSC പരീക്ഷകൾ അബ്കാരി ആക്ടിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡ്രൈ ഡേയ്സ് കേട്ടോ. ഡ്രൈ ഡേയ്സ് കേരളത്തിൽ നിർബന്ധമായും മദ്യശാലകൾ അടച്ചിടേണ്ട ദിവസങ്ങളെയാണ് ഡ്രൈ ഡേയ്സ് എന്ന് പറയുന്നത്. കേരളത്തിൽ മദ്യം ലഭ്യമാക്കുന്ന എല്ലാ റീറ്റെയിൽ കടകളും ബാറുകളും ക്ലബ്ബുകളും നിർബന്ധമായും അടച്ചിടേണ്ട ദിവസങ്ങളാണ് ഡ്രൈ ഡേയ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഗാന്ധി ജയന്തി, അതെ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ഒരു ഡ്രൈ ഡേ ആണ്. ഗാന്ധി അനുസ്മരണ ദിനം ജനുവരി 30, അതും ഡ്രൈ ഡേ ആണ്. ശ്രീനാരായണ ഗുരു ജയന്തി, ശ്രീനാരായണ ഗുരു സമാധി എല്ലാ ഇംഗ്ലീഷ് മാസത്തിലെയും 1-ാം തീയതി തെരഞ്ഞെടുപ്പ് മേഖലകളിലും പോളിംഗ് ദിനത്തിലും പോളിംഗിന്റെ തലേ ദിവസവും ഡ്രൈ ഡേ ആണ്. അതുപോലെ തന്നെ വോട്ടെണ്ണൽ ദിവസം ഡ്രൈ ഡേ ആണ്. പിന്നെ അതോടൊപ്പം തന്നെ ദുഃഖവെള്ളിയാഴ്ച അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനം. അപ്പൊ പഠിച്ചു വെക്കണം. ഡ്രൈ ഡേയ്സ്, കേരളത്തിലെ ഡ്രൈ ഡേയ്സ് ഏതൊക്കെയാണ്? ഗാന്ധി ജയന്തി, ഗാന്ധി അനുസ്മരണ ദിനം, ശ്രീനാരായണ ഗുരു ജയന്തി, ശ്രീനാരായണ ഗുരു സമാധി എല്ലാ ഇംഗ്ലീഷ് മാസത്തിലും 1-ാം തീയതി, തെരഞ്ഞെടുപ്പ് മേഖലകളിലും പോളിംഗ് ദിനത്തിലും പോളിംഗിന്റെ തലേ ദിവസവും അതുപോലെ തന്നെ വോട്ടെണ്ണൽ ദിവസവും ദുഃഖവെള്ളിയാഴ്ച അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനവുമാണ്. ഇത്തരം ദിവസങ്ങളൊന്ന് പഠിച്ചു വെച്ചോണം. സ്ഥിരമായിട്ട് ഡ്രൈ ഡേയ്സിൽ നിന്നൊരു ചോദ്യം പരീക്ഷകളിൽ വരാറുള്ളതാണ്. ഇനി അടുത്തത് നമ്മുടെ കൈവശം വെക്കാൻ കഴിയുന്ന മദ്യത്തിന്റെ അളവാണ്
ചോദിച്ചിരിക്കുന്നത്. ഇതുകൂടെ ഒന്ന് പഠിച്ചു വെക്കണം, സ്ഥിരമായിട്ട് നമ്മുടെ പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. കള്ള് നമുക്ക് കയ്യിൽ വെക്കാൻ കഴിയുന്ന അളവ് 1.5 ലിറ്റർ ആണ്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം IMFL 3 ലിറ്റർ വരെ കയ്യിൽ വെക്കാം. ബിയർ 3.5 ലിറ്റർ, വൈന് 3.5 ലിറ്റർ, വിദേശ നിർമ്മിത വിദേശ മദ്യം FMFL 2.5 ലിറ്റർ, കൊക്കോ ബ്രാൻഡി 1 ലിറ്റർ. അപ്പോൾ പഠിച്ചു വെക്കണം. കയ്യിൽ വെക്കാവുന്ന അളവ് എത്രയാണ്? കള്ള് 1.5 ലിറ്റർ, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം IMFL 3 ലിറ്റർ, ബിയർ 3.5 ലിറ്റർ, ബിയർ ആൻഡ് വൈന് 3.5 ലിറ്റർ, വിദേശ നിർമ്മിത വിദേശ മദ്യം 2.5 ലിറ്റർ, കൊക്കോ ബ്രാൻഡി 1 ലിറ്റർ. ക്ലിയർ ആണ്? ഇനി അടുത്ത പോയിട്ട് നോക്കാം. അബ്കാരി ആക്ട് പ്രകാരം എത്ര വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് മദ്യം ഉപയോഗിക്കാൻ സാധിക്കുന്നത്? 23 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് മദ്യം ഉപയോഗിക്കാൻ സാധിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ 23 വയസ്സിന് താഴെ പ്രായമുള്ളവർ മദ്യം ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 15A ആണ്. 23 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മദ്യം വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 15B ആണ്. 23 വയസ്സിന് താഴെ പ്രായമുള്ളവർ മദ്യം കൈവശം വെച്ചാലോ ഉപയോഗിച്ചാലോ ലഭിക്കാവുന്ന ശിക്ഷ എത്രയാണ്? 5000 രൂപ പിഴയോ 2 വർഷം വരെ തടവോ രണ്ടും ചേർന്ന ശിക്ഷയോ ലഭിക്കാവുന്നതാണ്. പഠിച്ചു നോക്കണേ. 23 വയസ്സിൽ താഴെ പ്രായമുള്ളവർ മദ്യം കൈവശം വെച്ചാലോ ഉപയോഗിച്ചാലോ ലഭിക്കുന്ന ശിക്ഷ എത്രയാണ്? 5000 രൂപ പിഴയോ 2 വർഷം വരെ തടവോ രണ്ടും ചേർന്ന ശിക്ഷയോ ലഭിക്കാവുന്നതാണ്. എന്നാൽ 23 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മദ്യം വിറ്റാൽ ലഭിക്കുന്ന ശിക്ഷ എത്രയാണ്? 5000 രൂപ പിഴയോ 2 വർഷം വരെ തടവോ രണ്ടും ചേർന്ന ശിക്ഷയോ ലഭിക്കും കേട്ടോ. അപ്പൊ 23 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മദ്യം വിറ്റാൽ ലഭിക്കുന്ന ശിക്ഷ എത്രയാണ്? 5000 രൂപ പിഴയോ 2 വർഷം വരെ തടവോ രണ്ടും ചേർന്ന ശിക്ഷയോ ലഭിക്കുന്നതാണ്. അപ്പൊ ക്ലിയർ ആണേ? അപ്പൊ നമ്മുടെ അബ്കാരി ആക്ടിന്റെ ഒരു റിവിഷൻ ക്ലാസ് എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഈ അബ്കാരി ആക്ടിന്റെ മുഴുവൻ ടോപ്പിക്കിനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ പ്ലേലിസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അത് പോയി ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള അബ്കാരി ആക്ടിന്റെ NDPS ആക്ട്, കോട്ട്പ ആക്ടിന്റെ ഒക്കെ നമ്മൾ ക്ലാസ്സുകൾ ഇടുന്നതാണ്, റിവിഷൻ ടൈപ്പിലുള്ള ക്ലാസ്സുകൾ ഇടുന്നതാണ്. അതോടൊപ്പം തന്നെ മോഡൽ ക്വസ്റ്റ്യൻസും PYQ റിവിഷൻ ക്ലാസ്സും ഒക്കെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ചാനൽ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. ബാക്കി ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൂടെ മറക്കരുത്. അപ്പം നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് വെക്കുക. മാക്സിമം സ്പെഷ്യൽ ടോപ്പിക്സിന്റെ മാക്സിമം ക്ലാസ്സസ് നമ്മൾ ഇടുന്നതാണ്. താങ്ക് യു.